ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് എന്ന് പറ സ്വാഗതം. അതെ എന്താണ് ഇവിടെ നടക്കുന്നത് കണ്ട ഇല്ല, ഞാൻ ആരോട് ചിരിക്കൂല, ഞാൻ കരയണത്. അതെ, അപ്പൊ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് യാത്ര പോകാൻ വേണ്ട. അതെ, ഇപ്പോഴത്തെ ഒരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോണെങ്കിലും ഒരാഴ്ചത്തൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടാവും. ബാഗൊക്കെ ഇരിക്കണം, ലോഡ് ചെയ്ത് വെച്ചേക്കാണ്. നമ്മൾ പോയാണ്, എന്തായാലും ഒരു യാത്ര പോയാണ്. എവിടെയാണ് എന്തൊക്കെയാണ് പോണേന്ന് വെച്ചാൽ വഴി നമുക്ക് കാണാം അല്ലേ. അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാം. ഞങ്ങൾ ടാറ്റ പോയെന്ന് പറഞ്ഞേ. മുടിയൊക്കെ വേറെ വഴിക്ക് പോയി. അതെ, ഞങ്ങൾ ടാറ്റ പോയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണാൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? അതെ, എന്താണ് അതെ പോണത് കാണാം നമുക്ക്. ബക്കമോൺ ഞങ്ങള് ടാറ്റ പോയണല്ലേ പൊന്ന. നമ്മ പോണേന്ന് പഞ്ഞ പൊന്നൻ ആളെന്തോ ഹാപ്പി ആയിട്ടിരിക്കണേണ്. വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കണത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഓടിക്കണത് നോക്കി ഇങ്ങനെ ഇരിക്കും. എൻ്റെ മുഖത്തൊരു വലിയ കുരു, ഇതൊരു കുരു തന്നെയാണോ, എന്തൊരു വലിയൊരു പോളം പോലെ ഇരിക്കേണ്ടത് കുരു വന്നിട്ട് അങ്ങനെ പോയതാണ്. അപ്പം ഞങ്ങളിനി പോട്ടെ. നമ്മൾ ചെല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ലാസ്റ്റ് മിനിറ്റിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല ചെല്ലും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പകുതി പ്രതീക്ഷയിൽ നിൽക്കണേയിരിക്കും. എന്തായാലും ഭയങ്കര ഒരു സർപ്രൈസ് അല്ല, പകുതി ഒരു പ്രതീക്ഷയിൽ നിൽക്കണേയിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞില്ലായിരുന്നു. അപ്പം എന്തായാലും ഉറപ്പായിട്ട് ഇനി പറയേണ്ട, നേരെ അങ്ങോട്ട് ചെല്ലാന്ന് ഓർത്ത്. അല്ലേ കുഞ്ഞാ? ഹലോ 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 ചേട്ടാ. അപ്പം ആളെന്തോ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കണേന്. അപ്പം എന്തായാലും നമുക്കിനി പോണം. അപ്പൊ അങ്ങനെ കണ്ണനും വന്ന് വണ്ടി ഇടയ്ക്ക് പെട്ടെന്ന് ഓടി കയറിയത് ഇങ്ങോട്ട്. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സർപ്രൈസ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയെന്ന് പറഞ്ഞത് ഇല്ല, പകുതി സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉള്ളത് പോലെ തന്നെ ഞാൻ പറഞ്ഞു. ഇവിടെ പരിചയമുള്ള ഒരാളെ കണ്ടപ്പോ സംസാരിച്ചതാണ്. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ പകുതി സർപ്രൈസ് പകുതി ഇതിലാണ് പോണത്. ചിലപ്പോ ഒരു പ്രതീക്ഷയിലിരിക്കണേ ആയിരിക്കും, പക്ഷെ എന്നാലും മുഴുവനായിട്ടൊരു പ്രതീക്ഷ ഇല്ല. അതെ, എന്നാലും പ്രതീക്ഷ സർപ്രൈസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ ചെല്ലുമ്പോ അറിയാം, പ്രത്യേകിച്ച് ഒന്നും ഇല്ലട്ടാ. സംഭവം എന്ന് വെച്ചാല് അവിടെ ചെല്ലുമ്പോ കുറെ വ്യത്യാസങ്ങളെ കാണിച്ചു തരാട്ടാ. എവിടെയെന്ന് ഇപ്പോഴും പറഞ്ഞില്ല. നമ്മളിപ്പോ പോണത് ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോണത്. അപ്പൊ വേദൂട്ടൻ ആദ്യമായിട്ടാണ് അവന്റെ നാനിയുടെ വീട്ടിലേക്ക് പോണത്. നാനിയുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസം സ്റ്റേക്ക് വേണ്ടി പോവാണ്. അപ്പൊ ഇന്ന് സുനിച്ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ നമ്മള് ഇത്രയും നാളായിട്ടും പോവാത്തതിന് കുറച്ച് കാരണങ്ങളും കൂടി ഉണ്ടായിരുന്നിട്ടാ. ആ കാരണങ്ങൾ അവിടെ ചെല്ലുമ്പോ കാണാം നമുക്ക് എന്താണെന്നുള്ളത്. പറയാൻ പോണത്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങളായിട്ടും പോവാഞ്ഞത്. ശരിക്കും നമുക്ക് പോവായിരുന്നു, നമ്മള് പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയല്ല. പക്ഷെ എന്നാലും ഇത്രയും ദിവസമായിട്ട് നമ്മള് പോവാഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ചിലപ്പോ വെയിറ്റ് ചെയ്തിരിക്കണേയിരിക്കും, ചിലപ്പോ അതെ കണ്ണന്റെ കാര്യം ആയതുകൊണ്ട് അവൻ ചിലപ്പോ കൊണ്ടുവരില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണായിരിക്കും. ചിലപ്പോ രണ്ടുപേരുടെ സംസാരിച്ചൊക്കെ ഇരിക്കണായിരിക്കും. ഇനി അവിടെ ഉണ്ടാവും തന്നെ ആവോട്ടാ. ഇനി എങ്ങാനും ഇനി വല്ല പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടാന്നാവോ. അപ്പൊ എന്തായാലും നമുക്ക് പോണ വഴിക്കല്ല ഇനി നേരെ വീട്ടിലെത്തി. അപ്പൊ വീട്ടിലെത്തുമ്പോ കാണാം. നടന്നു പില്ലോയ്ക്ക് നടന്നു. അപ്പൊ ഇപ്പൊ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, വിളിക്കണമായിരിക്കും. ഞങ്ങൾ ഫോൺ എടുത്തില്ല. എന്തായാലും സർപ്രൈസ്. അതെ, ആലോചിക്കുന്നത് എങ്ങാട്ടാണ് ഈ കൊണ്ടുപോണത്. ഞാൻ തോട് കടക്കര ഇല്ലാത്ത സാധനമാണ് തോട്. ഇരുന്നിട്ടാ ഇല്ലടി ബൈക്കാണല്ലേ. അത് സുനിച്ചേട്ടൻ മാത്രമായിരിക്കും പോയേക്കണത്. എൻ്റെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ഫോൺ കട്ട് ചെയ്തത്. എൻ്റെ വീഡിയോ കട്ട് ചെയ്തത്. ഫോണില്ല, വീഡിയോ കട്ട് ചെയ്തത്. അതൊക്കെ കയറിയിട്ട് നമുക്ക് വീഡിയോ പിന്നെ കാണിക്കാമല്ലേ.
വെൽക്കം ഞങ്ങൾക്ക് മൈത്രമനൊന്ന് വായന കാണിച്ചിട്ട് സർപ്രൈസ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാം. എന്താണ് രണ്ടിടത്തുനിന്ന് ക്യാമറകൾ മാത്രമുള്ള മൊത്തം വീട് മാറിയിട്ടാ അതൊക്കെ വിശദീകരിച്ച് പിന്നെ കാണിച്ചു തരാം. കടക്കര മാത്രമുള്ളതിനെ കാണുന്നത് പിന്നെ ഈ വീട്ടിൽ വന്നേക്കണത് അങ്ങനെയല്ലേ? എന്താണ് ഇവിടെ നടക്കണത് അല്ലേ? അല്ല സുഡാ, എന്താണ് ഇവിടെ നടക്കണത് അല്ലേ? എന്താണ് ഇവിടെ നടക്കുന്നത്? ഫോണൊക്കെ ചോദിച്ചാൽ ഒരിത്തിരി നേരത്തൊക്കെ ഒരു അത്ഭുതം ഉണ്ടാവും. എല്ലായിടത്തും ചെല്ലുമ്പോ ഇനിയിപ്പോ ഇതിന് മൊത്തം നോക്കും. ഇനി എല്ലാവരും ഒന്ന് പഠിക്കും. ഇവിടെ ഇവിടെ ഞാനിന് മാത്രമുള്ള കാണാറ്. ഇവിടെ അതേ വേറൊരാളെ കൂടി ഈ വീട്ടിലാണോ? അതെ. അപ്പൊ നോക്കി ഇനിയിപ്പോ ഇനി സംസാരിച്ചു കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നമ്മള് വന്നു കഴിഞ്ഞ് ഇപ്പൊ നേരം ഇരുട്ടായി. ഇല്ല കണ്ടില്ല. സുധുവിനെ കാണിക്കാൻ വേണ്ടി തിരിഞ്ഞ് ആദ്യം ഞാൻ കണ്ടതുകൊണ്ട് ക്യാമറ മാറ്റി ചോറ് പാത്രം കൊണ്ട് വന്നതായിരുന്നു. അപ്പൊ തന്നെ ഓടിക്കളഞ്ഞു. ഷർട്ട് ഇട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ചേച്ചി? ഫ്രൈഡ് റൈസ്. ശ്രുതിയുടെ ഫേവറേറ്റ് സാധനമായ ഫ്രൈഡ് റൈസ് പ്രമാണിച്ച് ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് ഞാൻ ശരിക്കും പറഞ്ഞത് നേരത്തെ റെഡിയാക്കി വെച്ചാണ്. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവര് വരാന്ന് പറഞ്ഞാൽ പറ്റിക്കും. ലാസ്റ്റ് മിനിറ്റ് കാണുന്ന സ്വഭാവം മാറിക്കളയും ചില. അപ്പൊ അത് കാരണം ഞാൻ നേരത്തെ റെഡിയാക്കാതെ ഇവര് വന്നെന്നുള്ളത് വിശ്വസിച്ച് ഇവര് നിക്കും ഉറപ്പ് വരുത്തിയിട്ട് മാത്രം മേടിച്ചാൽ മതിയല്ല എന്നിരുത്തി. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം മീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ വെറുതെ കൂടുതൽ മേടിച്ചുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് അരിയായിരുന്നു. നമ്മുടെ ചെറുക്കൻ ഇവിടെ ഉറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോഴാണ് ഞാൻ വേഗം ഇങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ ഉറങ്ങണ ആ ഗ്യാപ്പില് വേഗം പറ്റുന്ന അത്രയും തീർക്കണം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഫ്രീ ആയിരിക്കും ഉണ്ടാക്കുക. കഴിക്കണേന് ഇത്തിരി നേരം മുന്നേ ഉണ്ടാക്കിയാൽ മതിയല്ല എന്നുള്ളൊരു ചിന്തരികൾ വന്നത്. ഇനി കൊച്ചുറങ്ങണ ഗ്യാപ്പിലായിരിക്കണം നമ്മുടെ പണികൾ. കാരണം ഞാൻ കടക്കര വീട്ടിലും കൊച്ചു വന്നതിന് ശേഷം ഒരു ദിവസം പോലും നിന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഈ എക്സ്പീരിയൻസ് ആദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾക്കും ഓടെയാണ്. അത് ഇത് പാത്രം കുളിപ്പിക്കാനുള്ള പാത്രം അതൊന്നും നമ്മുടെ ഒരു ഇതിലില്ലല്ല, ചിന്തയിലില്ലല്ലോ. ചിന്തയിലും എന്റെ ചിന്തയിലില്ല. ഇനി ഞാൻ അതുമായിട്ടൊന്ന് സെറ്റായി വരണം. പിന്നെ ഇനി കൊച്ചു വരുമ്പോ ഇന്നത് വേണമെന്നൊക്കെ എനിക്കിപ്പോ മനസ്സിലായി. ഇപ്പൊ സെറ്റായി എല്ലാരും. അതങ്ങനെ ഇരിക്കുള്ളൂ. ഞാൻ പറഞ്ഞ ആദ്യത്തെ പറഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാം സെറ്റ് ആയിക്കോളും. കൊച്ചു വരുന്ന ദിവസങ്ങളിൽ ഇന്ന സാധനങ്ങൾ അടുപ്പിച്ച് വെക്കണം. കൊച്ചിനെ കുളിപ്പിക്കാനുള്ള വെള്ളത്തിന്റെ ചൂട് വരെ എനിക്കിന്ന് മനസ്സിലായി. ഞാൻ കഴിക്കുമ്പോ ശ്രുതി ചൂടില്ലല്ലേ? ഇല്ലേ ചീ ചൂട് പറ്റൂലേ ചീ പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഇത് ഇന്നിന് അത്രയും നമുക്ക് തോന്നൂലല്ലോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പരിപാടി അരിഞ്ഞോണ്ടിരിക്കുന്ന ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു ആ ഗ്യാപ്പിന്റെ ഉള്ളിലെ വീഡിയോ ഒന്ന് ഇത്തിരി എടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് ചിക്കൻ അവിടെ സുഖം മേടിച്ചിട്ടുണ്ടെന്ന് വെച്ചത്. ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചേക്കണം കേട്ടാ. അപ്പൊ ചിക്കൻ കൊണ്ടാട്ടം ആവുമ്പോ വേണ്ട ഇപ്പൊ തന്നെ പരട്ടിങ്ങൾ വറക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സെറ്റ് ആവും. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ സെറ്റ് ആകും. പക്ഷെ നമ്മുടെ ചെറുക്കനെ അതിന്റെ ഇടയിൽ എഴുന്നേറ്റ തീർന്നു പല കാര്യങ്ങളും. നമ്മള് പെൻഡിങ്ങിലാവും. സാരില്ല, കൊച്ചല്ലേ കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോ എന്തായാലും നമ്മളിത് ഇവിടെ 10-11 മണിയാകുമ്പോഴേ കഴിക്കാൻ പോണുള്ളൂ. അപ്പൊ ഇത് പയ്യനെ പിന്നെന്ന് വെച്ചാൽ അടുക്കളയിൽ അങ്ങോട്ട് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കേറണ്ടല്ലോ. എനിക്കതാണ് ഇഷ്ടം. അടുക്കളയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ ഈ ഭാഗത്തോട്ട് വരണ്ടല്ലോ. അപ്പൊ ചേട്ടനാണെങ്കിൽ ഇപ്പൊ പുറത്ത് കടയിൽ പോയേക്കണ്ട. കടയിൽ പോയി വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇതെല്ലാം റെഡിയാക്കി തരാം. ചേട്ടനാണെങ്കിൽ എല്ലാം ചടപടയെന്ന് അങ്ങനെ അറിയാം. ചേട്ടൻ എനിക്കിങ്ങനെ അടുക്കളയിൽ കുറെ സമയം അങ്ങനെ നിൽക്കുമ്പോ എന്തോ പോലെയാണ്. നമ്മള് എപ്പോ കൂടുതൽ വർത്താനം പറയും വിശേഷങ്ങളും. ഞങ്ങൾക്ക് കുറെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓണം ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ എടുത്തില്ലെങ്കിലും ഞങ്ങളുടെ എല്ലാവരെയും കാണും. അടുത്ത വർഷങ്ങൾ എടുക്കും. എല്ലാ വർഷങ്ങളും ഇങ്ങനെ പറയും. അത് എടുക്കൊന്നുമില്ല. ഇത്തവണ ഓണം ഇനിയുണ്ട് ഒരു 7 ദിവസം 8 ദിവസം കൂടെ ഒക്കെ അല്ലേ. പക്ഷെ ഞങ്ങള് ലാസ്റ്റ് ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഞങ്ങൾ ഫോട്ടോ എടുക്കും. പിന്നെ എനിക്കാണെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് കിട്ടിയതാ. അതെ, അത് ചാനലിൽ കണ്ടിട്ടില്ലല്ലോ. ഇല്ലില്ല,
വീഡിയോ ഇട്ടില്ല. നമ്മളെ വീട് പണീന്റെ വീഡിയോ ഇടാത്തത് കൊണ്ടേ ഞാൻ കുറെ വീഡിയോ ഒക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. അതിപ്പോ തന്നെ വരും കേട്ടോ. ചിൽസിൽ നോക്കിയാൽ മതി. ഇവിടുത്തെ മേക്ക് ഓവറിന്റെ ഫുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മള് ചെറുതായിട്ടൊന്നും കാണിച്ചേക്കതിന്റെ ചേച്ചി അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. കുറെ ദിവസമായി എല്ലാവരോടും പറയണത് കാണിച്ചു തരാന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ലോ ഇങ്ങനെ നരിയണത്. ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ. ആള് എഴുന്നേക്കണേക്കുമ്പ് കട്ടിംഗ് ബോർഡൊന്നും എനിക്ക് അത്ര വശാവൊന്നുമില്ല. ഞാൻ വേഗം കട്ടിംഗ് ബോർഡോ ആണോ. അപ്പൊ എന്തായാലും അമ്മ ഇപ്പൊ തന്നെ വരും. എല്ലാരും വിചാരിക്കാനുണ്ടാവും ഇപ്പൊ അമ്മ ഇത്ര നേരമായിട്ട് അമ്മനെ കാണാനല്ല, നമ്മ കുറച്ചിറങ്ങി കഴിയുമ്പോ വരും. എത്തിയനെ. അപ്പൊ ചിലപ്പോ മിക്കവാറും ചിലപ്പോ കണ്ണനും അമ്മയും കൂടെ ഒരുമിച്ചായിരിക്കും തിരിച്ചു വരാൻ പോണത്. ഞങ്ങളാക്കിയിട്ട് കണ്ണൻ പോയി. അപ്പൊ അവർ രണ്ടുപേരും കൂടി വരും. അവർ രണ്ടുപേരും കൂടി എന്തായാലും പ്രാക്ടീസ് കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ഞങ്ങളുടെ പണി തീർച്ചയായിട്ടും കഴിയും. എന്താണ് അതിന്റെ പുറകിൽ തിളച്ചു പോയാ. അപ്പൊ എന്തായാലും ഞങ്ങൾ വേഗം ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ നോക്കി ഞങ്ങളിവിടെ വന്നതിന് ശേഷം നേരെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു റൗണ്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞല്ലേ. അതെ ഞാൻ കഴിച്ച് തുടങ്ങിയായിരുന്നു. മുട്ടയിട്ടിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസും ചിക്കനും വെജിറ്റബിൾ ഫ്രൈഡ് റൈസും പനീർ കറിയും. കണ്ണൻ്റെ സോസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് സോസ് വേണ്ട, ഞങ്ങൾ കഴിക്കണേണ്. അവര് അമ്മമ്മയും അച്ഛാമ്മയും അമ്മയും കൊച്ചും കൂടി ഒരിടത്ത് കിടന്നുറങ്ങുന്നുണ്ട്. സുഖപ്പൻ നാളെ ചെക്കൻ വീട് മാറിക്കൊണ്ട് ചെറിയൊരു ഇടച്ചിലുണ്ട്. ഇപ്പൊ എന്താണ് അവസ്ഥ നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് അറിയാം. നിങ്ങൾക്ക് പറ്റണി നിങ്ങൾക്ക് അതും കൂടി കാണിച്ചു തരാം. രാത്രി എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞങ്ങള് ആ അറിയിക്കും ഞാൻ. അപ്പൊ നമുക്ക് കഴിച്ചേക്കണ്ടാണ്. ഹലോ, അങ്ങനെ രാവിലെയായി. അപ്പോൾ അമ്മക്ക് ഇന്ന് പോകണം കേട്ടാ. പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു. അതെ, ഇന്ന് ഇച്ചിരി നേരത്തെ പോകണം. നമുക്കൊന്ന് വീട്ടിൽ പോയിട്ട് വേണം പോകാനായിട്ട്. വീട്ടിൽ പോയിട്ട് മഹാരാജത്തിൽ ഇന്ന് നമ്മുടെ പ്രോഗ്രാം ഉള്ളതാണ്, കൈകൊട്ടിക്കളിട. അപ്പം അത് കാരണം വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഇന്നലെ ഇങ്ങോട്ട് വന്ന മഞ്ഞതില് അതെടുക്കാൻ ഓടി ഇങ്ങോട്ട് പോകുന്നു. അവിടെ എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ്. ഇത് നേരെ അത് എടുത്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അതെ, അത് കാരണം ഞങ്ങള് പയ്യനെ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അമ്മ റെഡി ആയി നിൽക്കണം. നമ്മുടെ ചെക്കനാണെങ്കിൽ ഇന്നലെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റിട്ട് ഇന്നലെ എന്നല്ല എല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെ. ഇടച്ചിലാണ് രാത്രി രാവിലെയൊക്കെ മര്യാദക്കിരുന്നാലും രാത്രി ആകുമ്പോ പുള്ളിക്ക് ഉറങ്ങാൻ നേരത്ത് വല്ലാത്തൊരു വാശി. പകലായിരുന്നു. കുറച്ച് ദിവസം പകല് വാശിയായിരുന്നു. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ പിള്ളേരാകുമ്പോ. അങ്ങനെയൊക്കെയാണല്ലേ പിള്ളേര്. അതെ, ഓരോ സമയങ്ങളിൽ ഓരോ വാശികളാണ്. അപ്പൊ ചേച്ചി അപ്പോഴേക്കും മൂടിപ്പോയി ചായ വെക്കാൻ പോയിട്ടുണ്ട്. ഐസ് പിടിപ്പിച്ചിട്ട് ചായ വെക്കാൻ പോയിട്ടുണ്ട്. സുധുവിന് ഇന്നത്തെയും കൂടെ പരീക്ഷ ഉണ്ട്. അപ്പൊ ആളെ രാവിലെ എഴുന്നേറ്റിരിക്കണേണ്. ഇന്നലെ രാത്രി ഒന്നും അത്ര വലിയ കാര്യമായിട്ടുള്ളൊന്നും നടന്നിട്ടില്ല. ഞങ്ങൾ ഉണ്ടായിരുന്നേ പടത്തൊക്കെ ഗംഭീരം. കൊച്ചും കൂടെ ഉള്ള കൊച്ചിന്റെ അടുത്തൊന്നും ഇങ്ങനെ മാറാൻ തോന്നൂലല്ലോ. ആർക്കാണെങ്കിലും തോന്നൂലല്ലോ. സുധു ഇന്നലെ ചോറിന്റെ നേരത്തെ അമ്മാവനോട് ചോദിക്കണം, അമ്മ 2 ദിവസം നിൽക്കുവോ എന്നൊക്കെ ചോദിക്കണേണ്. പയ്യനെ ഇരുന്നുണ്ട് അങ്ങനെ. അപ്പൊ ഇനിയിപ്പൊ ചായ കുടിക്കാൻ പോണ ചേച്ചി വരട്ടെ കേട്ടാ. എത്ര പെട്ടെന്ന് ഞാൻ ചായ ആയിട്ട് തന്നെയാണെന്ന് ഓർത്ത് ഉറങ്ങിപ്പോയി. അതല്ലായിരുന്നു ഇപ്പൊ നമുക്ക് ചായ കൊടുത്ത് ഇതാണ് നിങ്ങൾ നമുക്ക് കാണും. ഇവിടെ വന്നാലൊക്കെ ഉള്ള അവസ്ഥ ഇതാണ്. ഞങ്ങൾ രണ്ടുപേരും മര്യാദക്ക് ചായയൊക്കെ കുടിച്ച് നല്ലോണം പോരുന്നേന്ന്. ഇപ്പൊ കാണില്ലേ, കാത്തിരുന്നപ്പോഴും ചായ പോണ സമയമാകുമ്പോ പാല് മേടിക്കാൻ ഇങ്ങനെയുള്ള ശരിക്കും പറഞ്ഞ ഇങ്ങനെയുള്ള വീഡിയോയിലൊക്കെ കണ്ടേക്കണെങ്കിലാണ് ഞങ്ങൾ രണ്ടുപേരോട് ചായ എളുപ്പിച്ച് ഞങ്ങൾ എത്തുന്നിരുന്നു വർത്താനൊക്കെ പറഞ്ഞ്. അതിന് മുമ്പ് ചിലപ്പോ ആ സ്പോട്ടിലായിരിക്കുള്ളൂ പാല് മേടിക്കാൻ പോണത്. ഇന്നലെ പാല് മേടിച്ചു കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ടാ. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ. അപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ ആലോചിച്ചത്. ആ നിമിഷം ആലോചിച്ചത്. വീഡിയോ ഇവിടുത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. ഞാൻ രാവിലെ കാണിക്കട്ടെ. കണ്ണൻ ഷോപ്പിൽ പോവാതെ ലീവാണ്. എന്നിട്ട് കുറെ കാര്യങ്ങൾ കണ്ണൻ ചെയ്യാനുണ്ടെന്നാണ് കണ്ണൻ പറയണത്. ഒത്തിരി കാര്യം നടക്കൂല. വെറുതെ റീലും കണ്ടുകൊണ്ടിരിക്കും. ഒരു വീഡിയോ പോലും എടുക്കലുണ്ടാവൂല. തൊട്ട് സമയം എനിക്ക് അങ്ങനെ ചെയ്യണം. ഇവിടെ പല കാര്യങ്ങളും ഞങ്ങളിങ്ങനെ അതവിടെ പോണം ഇത് പോണം ഇത് ചെയ്യണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര തിരക്കാന്ന് പറഞ്ഞേക്കണേ. ഇന്ന് തിരക്ക് ഞാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുക്കാം.
അങ്ങനെ അപ്പൊ എനിക്ക് വൈകുന്നേരം പിള്ളേരെ കൊണ്ട് അവിടെ കളിസ്ഥലത്ത് വരണ്ട, അതിന് മുമ്പ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തിരക്കാണ്. അപ്പൊ ആ കഥയൊക്കെ ഞങ്ങൾ കൂടി പറഞ്ഞിട്ട് എന്ത് തിരക്കുന്നാണ് ഇവൻ പറയണത്, എന്ത് നടക്കുമെന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിരിക്കും. അതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് വീഡിയോന്റെ കാര്യം. അപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ. ഇന്നലെ അമ്മ വന്നിട്ട് മര്യാദക്ക് കാണിച്ചിട്ടില്ല വീഡിയോയില്. അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചതാണെങ്കിലും 2 ട്രിപ്പായിട്ടാണ് കഴിച്ചത്. അതും അങ്ങനെയാണ് കഴിച്ചത്. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാനും ഇന്ന് മഹാരാഷ്ട്രയിൽ പോകണമെന്ന് ഓർത്തിരിക്കണായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എന്താണ് ഒരു അവസ്ഥ വെച്ചിട്ട് പോയാൽ ശരിയാവൂല എന്നാണ് തോന്നണത്. ശ്രുതി പറഞ്ഞു മഹാരാജിലെ നാമ കളി 20-ാം തീയതി. അവിടെ ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നു അതിനെന്താണ്, നമുക്ക് ക്യാനിൽ കയറിയിരിക്കുക, കൊച്ചു കരഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഉറങ്ങിയാലൊക്കെ കിടത്താനൊക്കെ ഉള്ള സൗകര്യമൊന്നുമില്ല. ഇല്ല. പക്ഷെ ഇപ്പാണെങ്കിൽ രാത്രി ആകുമ്പോഴാണുള്ള വാശി. ഇപ്പൊ വൈകുന്നേരമാണ് അവിടെ കളി. അപ്പൊ പിന്നെ പകലത്തെ നേരമാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ആള് കാഴ്ച കണ്ട് ഇങ്ങനെയൊക്കെ ഇരുന്നോളും. പക്ഷെ രാത്രി കാഴ്ച ഒന്നും കാണാൻ ഇഷ്ടമില്ല ഇപ്പൊ. അപ്പൊ ഞങ്ങൾ ആ തീരുമാനത്തിപ്പോ മാറ്റും. അത് നമ്മുടെ അടുത്ത് തന്നെ കളി വരുന്നുണ്ട്, ചാത്തനാട് ഉണ്ട്. ചാത്തനാടൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവൂല. അപ്പൊ അത് നമ്മുടെ ഇട്ടാവട്ടത്ത് തന്നെയാണ്. അപ്പൊ അവിടെ പോയിട്ട് കണ്ടിട്ട് കൊച്ചു കരഞ്ഞാലും വേഗം വീട്ടിലോട്ട് വരാല്ലേ. അപ്പൊ അങ്ങനെ ഒരു പ്ലാനിൽ ഇപ്പൊ എത്തും മിക്കവാറും. ഇനി വൈകുന്നേരം പ്ലാൻ പൊളിയോ എന്താന്നൊക്കെ അറിയാൻ പാടില്ല. പിന്നെ കൊണ്ടുപോകണൊക്കെ തിരക്കായതുകൊണ്ടേ അതുകൊണ്ടാണ് ഈ ആളെ വീഡിയോയിൽ നിങ്ങൾ കാണാത്തത്. ഇപ്പൊ ബിസിയാണ്, ബിസി ലൈഫാണ്. അപ്പൊ എന്തായാലും ചേച്ചി ചായ കൊണ്ടുവരട്ടെ. കൊച്ച് കരയണ്ട്, കൊച്ചിനെ പിടിച്ചോണ്ട് റീല്, കൊച്ചി അവിടെ ഇരുന്ന് കരയണ്ടാൻ മടിയില്ല, അവിടെ നിന്ന് റീല് എന്നിട്ട് കൊച്ചിനോട് പറയും, മോനെ അമ്മയടുത്ത് മച്ചമ്മയടുത്തൊക്കെ എടുത്തടക്കാൻ പറഞ്ഞാൽ മതി, എന്നെ കൊണ്ട് എടുത്തടക്കാൻ പറ്റൂല, നീ അവിടെ ഇരിക്കി കളിക്കാൻ നോക്കെന്ന് പറയും. എങ്ങനെയൊക്കെയാണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ പോണ്, ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോണ്. പിന്നെ ഓണമൊക്കെ എങ്ങനെയൊക്കെയാണ് എല്ലാവരും ഒക്കെ ഓണക്കൂടിയൊക്കെ എടുത്ത് ഞങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇനി എടുക്കണം അതിന്റെ വീഡിയോ പോവാൻ പറ്റില്ല, തിരക്കാണ്, ഭയങ്കര പറവൊക്കെ ചെല്ലാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ് കടയിലൊക്കെ എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഞെരിപിരിയോണത് രണ്ടുപേരും കൊതുക് അടിച്ചിട്ടാണ് ചായ കുടിച്ചു തീർക്കാനാണ്. ഞങ്ങളുടെ കടക്കര കൊതുകൊന്നുമില്ല. കൊതുകിനാരും ഓർമ്മിപ്പിക്കല്ലേ. മറിച്ച് വന്നാ ഞാൻ ഇന്ന് പോയാലും കടക്കര എന്ന് പറയുമ്പോഴേ കൂട്ടാടരുത്തിയാണ്, നാടൂടെയാണ്. അത് പണ്ട് ഞാൻ കടക്കര വിട്ടുള്ള പരിപാടിയില്ല. എന്താണല്ലേ ഇവിടെ നാടിനോട് നമുക്ക് കൂറുവേണം എന്തൊക്കെ. അങ്ങനെ ഇരിക്കണ്ട. അപ്പൊ ഞങ്ങള് ഇനി അമ്മ പോട്ടെ, അപ്പൊ അതിന് ചായ കുടിച്ചിട്ട് വീഡിയോ 5 മിനിറ്റ് ഇതിലേക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ആരും കാണൂലെന്ന്. അപ്പൊ എന്തായാലും കാണാം.